നമസ്കാരം. ഡിക്റ്റേറ്റീവ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അങ്കമാലി താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം നിലച്ചമട്ടിൽ തുടരുന്നു. തുടക്കത്തിൽ 6 കോടി രൂപ വിലയിരുത്തി നിർമ്മാണം അതിവേഗത്തിലായിരുന്നു തുടങ്ങിയത്. പാർക്കിംഗ് ഏരിയയും ബേസ്മെന്റും പണി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മാസങ്ങളായിട്ട് ഇത് നിലച്ചമട്ടിലാണ്. ഫണ്ടിന്റെ അഭാവം മൂലമാണ് പണി നിർത്തിവച്ചിരിക്കുന്നത് എന്ന് അറിയാൻ സാധിച്ചത്. അങ്കമാലി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അത്യാഹിത വിഭാഗത്തിലാണ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഗതികേട്. അത്യാഹിത വിഭാഗം എന്നെഴുതിവെച്ചിട്ട് അവിടെ രോഗികൾക്ക് ഒരു ചീട്ട് കൊടുക്കാനുള്ള സംവിധാനം, കാഷ്വാലിറ്റി, ECG, ബ്ലഡ് ടെസ്റ്റ്, മുറിവ് തുന്നിക്കെട്ടൽ എന്നിവയെല്ലാം ഒരു വലിയ ഹാളിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനിടയിലാണ് ടെലിഫോൺ ബൂത്ത് പോലെ മറച്ചുകെട്ടിയ സ്ഥലത്ത് കാഷ്വാലിറ്റി ഡോക്ടർ ഇരിക്കുന്നത്. അതിനിടയിലാണ് രോഗികൾ വന്നിരിക്കുന്നത്. നിസ്സാര ഇരിപ്പിടങ്ങൾ മാത്രമേയുള്ളൂ. പലപ്പോഴും അവിടെ ആവശ്യമായി വരുന്ന രോഗികളടക്കം ഡോക്ടറെ കാണാൻ കാത്തുനിൽക്കേണ്ട ഗതികേടാണ്. കൊച്ചുകുട്ടികളായിട്ട് വരുന്ന അമ്മമാരും അവരെ സീറ്റില്ലാണ്ട് എടുത്തുവെച്ച് നിൽക്കുന്ന കാഴ്ചയും നിരന്തരം കാണാം. ആയിരക്കണക്കിന് രോഗികൾ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വരുമ്പോൾ ഇവർക്കെല്ലാം കൂടി ഒരു ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒന്ന്. കാഷ്വാലിറ്റി ഡോക്ടർ അല്ലാണ്ട് മറ്റു ഭാഗങ്ങളിലിരിക്കുന്ന ഡോക്ടർമാർക്കും സൗകര്യങ്ങൾ തീരെ കുറവാണ്. ഇതിനോടനുബന്ധിച്ചാണ് പുതിയ കെട്ടിടത്തിന്, ഒരു മൾട്ടി സ്പെഷ്യൽ ഹോസ്പിറ്റലിനെ പോലെ തോന്നിക്കുന്ന ഒരു വലിയൊരു കെട്ടിടത്തിന് ഇവിടെ അനുമതി വന്നത്. ഇതിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നിലച്ചമട്ടിലിരിക്കുന്നത്. കെട്ടിടം പണിയുമ്പോൾ കാലതാമസമൊക്കെ നമുക്കെല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാസങ്ങളോളം നിലച്ചുപോയാൽ ഇതെന്തു തീരുമെന്ന്, ഈ ദുരിതം എവിടെ തീരുമെന്നാണ് ഇപ്പോൾ ഇവിടെ വരുന്ന നാട്ടുകാരുടെ ആശങ്ക. ഇപ്പോൾ രാഷ്ട്രീയ പോരിന്റെ പേരിൽ പണം കിട്ടില്ല എന്നുള്ള മുടന്ത ന്യായവും ഇനിയിവിടെ വിലപോകില്ല. കാരണം സംസ്ഥാനം ഭരിക്കുന്നതും ഇവിടുത്തെ MLA ഇപ്പോൾ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ മന്ത്രിയും കൂടിയാണ്. ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു മന്ത്രി തന്നെയാണ് നമ്മുടെ സ്ഥലത്തെ MLA. സ്ഥലത്തെ MP, സ്ഥലത്തെ നഗരസഭ എല്ലാം ഭരിക്കുന്ന കക്ഷിയുടെ പ്രസ്ഥാനമാണ് എല്ലാ സ്ഥലത്തും നിൽക്കുന്നത്. അതുകൊണ്ട് പതിവുപോലെ പറയുന്ന രാഷ്ട്രീയ പോരിന്റെ ഭാഗമായി, വികസനത്തിന്റെ ഭാഗമായി ഫണ്ട് തടഞ്ഞുവെച്ചിരിക്കുന്നു എന്നുള്ളൊരു മുടന്ത ന്യായം പറഞ്ഞാൽ ഇനിയും ജനങ്ങൾ അനുസരിക്കുകയില്ല. എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇവിടെ ഫണ്ട് നൽകേണ്ടതുണ്ട്. കാര്യം, പകർച്ചവ്യാധികളും മറ്റും പടർന്നു പിടിക്കുമ്പോൾ ഇവിടെ വളരെയധികം തിരക്കാണ് അനുഭവപ്പെടുന്നത്. രോഗികൾക്ക് അവിടെ ഇരിക്കാനോ ഡോക്ടറെ കാണാനോ നീണ്ട നിരയാണ്. വിശ്രമിക്കാൻ പോലും ചിലപ്പോൾ അവസരം കിട്ടാണ്ട് തളർന്നിരിക്കുന്ന രോഗികളെയൊക്കെ നമ്മൾ നിരന്തരം കാണാം. ഇതിനൊക്കെ ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞപോലെ നല്ലൊരു ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് പെട്ടെന്ന് നിലച്ചുപോവുക എന്നുള്ളത് സങ്കടകമായ വാർത്തയാണ്. പകർച്ചവ്യാധികൾ ബാധിച്ച രോഗികളാൽ തിങ്ങിനിറയുന്ന അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഡിറ്റക്റ്റീവ് ന്യൂസിനുവേണ്ടി സ്വന്തം റിപ്പോർട്ടർ